ഗുഡ് ഡേ ഗൈസ്, വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഓഫ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ കല്യാണം അല്ലെങ്കിൽ ഷാദി അതുൽ കി സംഗീത് നൈറ്റ്. അപ്പോൾ ഇന്നാണ് രണ്ടാമത്തെ ദിവസം. ഇന്ന് നടക്കുന്നതാണ് സംഗീത്. ഇവരുടെ വീട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ. ഡെക്കറേഷൻ ഒരു രക്ഷയില്ല. കുറേ പൂക്കളും സെറ്റ്, മറ്റേ ആ ടെൻറ്റ് കെട്ടിയേക്കുന്നതെല്ലാം ഭയങ്കര രസമുണ്ട്. ലൈറ്റിങ് കാര്യങ്ങളെല്ലാം. ഇതാണ് സ്റ്റേജ് വരുന്നത്. നമ്മുടെ മെഹന്തിയും സംഗീതും ഹൽദിയൊക്കെ നടക്കുന്ന സ്റ്റേജ് വരുന്നതാണ്. ലൈറ്റിംഗ് ഡെക്കറേഷനൊക്കെ ഒരു രക്ഷയില്ല. ഈ മരത്തിന് ചുറ്റും കുറേ ലൈറ്റൊക്കെ കെട്ടി വയറൊക്കെ കെട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കിടിലം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് വരുന്നത്. നമ്മുടെ മെയിൻ പരിപാടികളായിട്ടുള്ള മെഹന്തി, ഹൽദി, സംഗീത് എല്ലാം വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റേജിലാണ് നടക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഏകദേശം 10-12 ദിവസത്തോളം ഈ സ്റ്റേജും കാര്യങ്ങളും ഡെക്കറേഷൻ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ സംഗീത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡോൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. നാസിക് ഡോള്, അങ്ങനത്തെ 5-3 കൊട്ടുകാർ ടീമുണ്ട്. അവർ വന്നിട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ഡാൻസ് പരിപാടിയാണ്. ഇന്ത്യയിൽ ഷായരി എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളിങ്ങനെ റൈമിംഗ് ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഇങ്ങനെ പാട്ട് പാടുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് എൻട്രി. പിന്നെ അത് കഴിഞ്ഞൊരു കേക്ക് കട്ടിങ് സെറമണി ഉണ്ട്. ആ കേക്കാണ് നമുക്കിവിടെ കാണുന്നത്. വീണ്ടും ചന്നം, പിന്നെ ഡാൻസും ഡോലും കൊട്ടും എല്ലാം തന്നെ. പിന്നെ വേറെ ഇവിടുത്തെ ഒരു ചടങ്ങാണ്. നമ്മൾ പൈസ ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഈ ചെറുക്കന് വേണ്ടി കൊടുക്കുന്നത്, എല്ലാവരും നല്ലതിന് വേണ്ടി. അപ്പോൾ അത് എന്നിട്ട് ഈ ഡോലുകാർക്കാണ് കൊടുക്കുന്നത് പൈസ. ഈ 10 രൂപ 20 രൂപയുടെ നോട്ടൊക്കെ ആയിട്ട്. അത് ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ അങ്ങനെ പ്രായഭേദമന്യേ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കൊച്ചു പിള്ളേരോട് നല്ല പ്രായമുള്ള അമ്മച്ചിമാർ, അപ്പച്ചന്മാർ വരെ ഡാൻസ് കളി. അങ്കിൾമാരും ആൻറ്റിമാരാണ് ഫുള്ള് ഡാൻസ് തൂക്കുന്നത്. ഒക്കെ നാട്ടിലാണെങ്കിൽ പ്രായമുള്ളവർ ഒരു 75% ആൾക്കാർ എണ്ണിക്കാറില്ല അവിടെ. ഇപ്പോൾ ഇതൊരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ, തുള്ളൽ പരിപാടി ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെയാണ് എല്ലാവരും ഒരേ വൈബ്. അപ്പോൾ ഈ കേട്ടതാണ് ഷായരി. പുള്ളി പാടുന്ന ഡോഗ്രി ഭാഷയിലാണ്. ജമ്മുവിലെ മെയിൻ ഭാഷയായ ഡോഗ്രിയിലാണ്. ഹിന്ദി അല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കുടുംബക്കാരായിട്ട് ഇപ്പോൾ ആദ്യം ചാച്ചു വന്ന് ഡാൻസ് കളിക്കും, പിന്നെ നാനി വന്നു, അങ്ങനെ റൈമിംഗ് ആയിട്ടുള്ള ഓരോ തസ്തികൾ, റിലേറ്റീവ് തസ്തികൾ വെച്ച് ഒരു പാടുവാണ്. അവസാനം നമ്മുടെ കല്യാണച്ചക്കൻ എത്തിയിരിക്കുകയാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഡാൻസ് കളിച്ച് എന്തൊക്കെയോ പാടുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെന്താ കാശെടുത്ത് കറക്കി വീശുവാണ് വേണ്ടത്. 22 നോട്ട് തറയെ കിടക്കുന്നു. എൻ്റെ പൊന്നെ, ഇതൊക്കെ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ. നമ്മൾ കാശ് നിന്ദിക്കാൻ പാടില്ല. ഇന്ത്യൻ കറൻസിയാണ്, ഇന്ത്യൻ നോട്ട്. ഒന്നാമത്തെ കാര്യം ഇത് നാഷണാലിറ്റിയുടെ കാര്യമുണ്ട്, രണ്ടാമത്തെ കാര്യം പൈസയാണ്. പൈസ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. സ്റ്റിൽ ഇത് ഇവരുടെ ഒരു ട്രഡീഷനാണ്. ഇവിടുത്തെ അമ്മയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പൈസ കറക്കി എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞ് ആശീർവദിച്ചിട്ട് പൈസ ഇവർക്ക് കൊടുക്കണം. ഈ പാടുന്ന ചേട്ടന് കൊടുക്കണം. ഈ ചേട്ടനാണ് മെയിൻ ഇവിടുത്തെ ഷായരി എല്ലാം പാടുന്നത്. ആ ഡോലിൻ്റെ ടീമിലെ പുള്ളിയാണ്. അപ്പം എല്ലാവരും പൈസ ഇങ്ങനെ എവറിത്തിങ് വീശുക. ജസ്റ്റ് എവറിത്തിങ് ഫോർ ഇറ്റ്സ് പ്രോസ്പെറിറ്റി. ഇതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും ആഫ്റ്റർ ഓൾ അവരുടെ മാരേജാണ്. നമുക്ക് അവരുടെ ട്രഡീഷനും കൾച്ചറും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം. ടേക്ക് റെസ്പെക്റ്റ്, ഗീവ് റെസ്പെക്റ്റ്.
പോലുകാർക്ക് എന്തായാലും കുഷാലായി, ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് കുറേ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഗീത പരിപാടി. അപ്പോൾ ഓക്കെ, ബൈ.